ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ കോഴിക്കോട് പാവങ്ങാടുള്ള ടാറ്റ മോട്ടോഴ്സ് കാർ ഷോറൂമായിട്ടുള്ള മറീന ഡീലേഴ്സിലാണ്. ഞാൻ വന്നത് ടാറ്റയുടെ പ്രീമിയം ഹാച്ച് ബാക്ക് ആയിട്ടുള്ള ആൾട്രോസിന്റെ ഏറ്റവും പുതിയ പെർഫോമൻസ് എഡിഷൻ ആയിട്ടുള്ള ആൾട്രോസ് റേസറിന്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തന്നത് ഇവിടുത്തെ സെയിൽസ് മാനേജർ ആയിട്ടുള്ള ധനുഷേടനാണ്. അപ്പോൾ നിങ്ങൾക്ക് ടാറ്റ കാറുമായി ബന്ധപ്പെട്ട എന്ത് ആവശ്യങ്ങൾക്കും ധനുഷേടനെ വിളിക്കാവുന്നതാണ്. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഷോറൂമിലേക്ക് കയറി ഉടനെ തന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് നമ്മൾ ഈ കാണുന്നതാണ് ടാറ്റ അൾട്രോസിന്റെ റേസർ എഡിഷൻ, അതായത് പെർഫോമൻസ് പതിപ്പാണ്. ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ ഫോർമുല 1 റേസിംഗ് ഡ്രൈവറായിട്ടുള്ള നരേൻ കാർത്തികേയനാണ് ഈ ഒരു വാഹനത്തിന്റെ നിർമ്മാണ വേളയിൽ ഇതിനു വേണ്ടിയിട്ടുള്ള എല്ലാ സാങ്കേതിക വശങ്ങൾക്കും ഉപദേശം നൽകിയിട്ടുള്ളത് എന്നാണ് ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതായത് ഒരു റേസിംഗ് ചാമ്പ്യനാണ് ഈ ഒരു വാഹനത്തിന്റെ പെർഫോമൻസിന് വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വാഹനത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ നമുക്ക് കാണാൻ കഴിയുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ വശങ്ങളിലേക്ക് പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് ഇതിന് ഒരുപാട് പ്രത്യേകതകൾ നമുക്ക് പുറത്തും അകത്തും കാണാം. അപ്പോൾ പുറത്ത് വളരെ കുറവാണെങ്കിലും നമുക്ക് ഉൾവശത്താണ് ഇതിൽ കൂടുതലായിട്ടുള്ള മാറ്റങ്ങൾ കൊടുത്തിട്ടുള്ളത്. അപ്പം പുറമേ നിന്ന് നോക്കുന്ന സമയത്ത് നമുക്ക് ഇതിനൊരു ഡ്യുവൽ ടോൺ കളർ ഓപ്ഷനിലാണ് ഈ ഒരു വാഹനം ഇറങ്ങിയിട്ടുള്ളത്. ഇതിന്റെ സാധാരണ മോഡലൊക്കെ ഒരു സിംഗിൾ ടോണിലാണ് വരുന്നത്. പക്ഷേങ്കിൽ ഇത് ഡ്യുവൽ ടോൺ ആയിട്ട്, അതായത് നമ്മുടെ കറുത്ത ടോപ്പ് സെക്ഷനും ലോവർ സെക്ഷനിലാണ് ബാക്കിയുള്ള 3 കളേഴ്സ് വരുന്നത്. അതായത് അറ്റോമിക് ഓറഞ്ച് വരുന്നുണ്ട്, പ്യുവർ ഗ്രേ വരുന്നുണ്ട്, അവന്യൂ വൈറ്റ് വരുന്നുണ്ട്. ഇതിലെല്ലാം കോമൺ ആയിട്ട് മുകൾ ഭാഗത്ത് കറുപ്പാണ് വരുന്നത്. അപ്പോൾ ഇതിന് R1, R2, R3 എന്നിങ്ങനെ 3 വേരിയന്റുകളാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഒരു റേസർ എഡിഷൻ ആയതുകൊണ്ടാവാം ഇതിന് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു വെള്ള സ്ട്രിപ്പ്. ഈ ഒരു വാഹനത്തിൽ കോമൺ ആയിട്ട് ഏതൊരു വേരിയന്റ് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സ്ട്രിപ്പ് ലൈന്, ഒരു വൈറ്റ് സ്ട്രിപ്പ് ലൈന് എല്ലാ വേരിയന്റിലും ഈ കറുത്ത ടോപ്പ് സെക്ഷനിലായിട്ട് കൊടുത്തിട്ടുള്ളത് കാണാം. അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിന് എടുത്തു പറയത്തക്ക മാറ്റങ്ങൾ ഫ്രണ്ട് ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഈ സ്ട്രിപ്പ് ലൈൻ ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഏകദേശം മറ്റേ നോർമൽ മോഡലിന് സമാനമാണ്. അപ്പോൾ അതിലുള്ള വ്യത്യാസം ഇതിൽ മുൻ മോഡലിൽ കൊടുത്തിട്ടുള്ള, അതായത് സാധാരണ മോഡലിൽ കൊടുത്ത 3D ലോഗോ മാറ്റിയിട്ട് ഇപ്പോൾ ഒരു ബ്ലാക്ക് തീമിലുള്ള ഒരു ലോഗോയാണ്. അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് ഒരു 360 ഡിഗ്രി വ്യൂ ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ വേറൊരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഗ്രില്ലാണ്. നോർമൽ മോഡലിൽ ഉള്ള പാറ്റേണിൽ മാറിയിട്ടാണ് ഈ ഒരു ഗ്രില്ല് ഈ ഒരു റേസർ എഡിഷനിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ള ഹെഡ് ലാമ്പ് ഡിസൈനോ കാര്യങ്ങളോ അതേപോലെ തന്നെ ഫോഗ് ലാമ്പോ ഡിസൈനോ ഫ്രണ്ട് ബമ്പേഴ്സ് അതിലൊന്നും യാതൊരുവിധ മാറ്റങ്ങളും കമ്പനി വരുത്തിയിട്ടുള്ളതെന്ന് പറയാം. അതേപോലെ തന്നെ ഈ ഒരു ഫെൻഡറിന് മുകളിലായിട്ടൊരു റേസർ ബാഡ്ജിങ്ങും കൊടുത്തിട്ടുണ്ട്, അതായത് പുതുതായിട്ട് അഡീഷണൽ ആയിട്ട് കൊടുത്തതാണ്. അതേപോലെ തന്നെ മറ്റൊരു മാറ്റം എന്ന് പറയുന്നത് സൈഡ് പ്രൊഫൈലിൽ ഈ ഒരു 16 ഇഞ്ച് അലോയ് വീലാണ്. ഇതിൽ ബ്ലാക്ക് തീമിലുള്ള ഒരു അലോയ് വീലാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. പിന്നെ ഒരു മാറ്റം, ഈ ഒരു സൈഡ് പ്രൊഫൈലിലെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ORVMന്റെ അടിയിലായിട്ടുള്ള ഒരു 360 ഡിഗ്രി വ്യൂ ക്യാമറയുടെ ഒരു യൂണിറ്റ് ആണ്. അതുപോലെ തന്നെ മറ്റൊരു മാറ്റം, നാലാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ഡോർ സെൻസറാണ്. ഈ ഒരു ഡോറിലായിട്ട്, പക്ഷേ അപ്പുറത്തെ ഭാഗത്തുള്ള സെൻസറിൽ അത് കാണാൻ കഴിയില്ല, അത് കൊടുത്തിട്ടില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ഡോർ ഓപ്പണറോ ഇതൊക്കെ സാധാരണ നോർമൽ ആയിട്ടുള്ള ഒരു മോഡലിൽ കൊടുത്തിട്ടുള്ള അതേ രീതിയിൽ തന്നെയാണ് ഈ റേസർ എഡിഷനിലും കമ്പനി കൊടുത്തിട്ടുള്ളത്. ഇനി വേറൊരു മാറ്റം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ഈ സൈഡ് പ്രൊഫൈലിൽ നിന്ന് മാറി ബാക്ക് പ്രൊഫൈലിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ മുകളിലേക്കാണ് ഏറ്റവും എടുത്തു പറയത്തക്ക മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു സ്പോയിലർ യൂണിറ്റാണ്. ഒരു സ്പോർട്ടി എലമെൻ്റ് ഒക്കെ ആയിട്ടുള്ള ഈ ഒരു വലിയ സ്പോയിലർ യൂണിറ്റാണ് പുതിയ റേസർ എഡിഷനിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഡിഫോഗർ ലൈൻസ് ഇതൊക്കെ സാധാരണമാണ്, നോർമൽ എഡിഷനിലൊക്കെ ഉള്ളത് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിലുള്ള ഹൈ മൗണ്ടഡ് സ്റ്റോപ്പ് ലാമ്പും നോർമൽ മോഡലിലുള്ളതുപോലെ തന്നെ. ഇനി ഈ ഒരു മൈക്രോപോൾ ആൻറ്റിനയ്ക്ക് പകരമായിട്ട് ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിനയാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ നോർമൽ മോഡലിലുള്ള പോലെ തന്നെയുള്ള ഈ ഒരു വൈപ്പർ യൂണിറ്റ്, ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് മുൻവശത്ത് കണ്ട മാതിരി പോലെ തന്നെയുള്ള ഒരു ബ്ലാക്ക് തീമിലുള്ള ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു മാറ്റം എന്ന് പറയാവുന്നത് ഈ ഒരു ആൾട്രോസ് എന്ന ലെറ്ററിംഗ് ആണ്. മറ്റുള്ളതിലൊക്കെ ഇത് ക്രോം ഡിസൈനിൽ, ഇത് ഡാർക്ക് തീമിലാണ് ഈ ഒരു ലെറ്ററിങ് വരുന്നത്.
ഇനി ഇവിടെ ഈ ഒരു ഐ ടർബോ എന്ന ബൂട്ട് ലിഡിൻ്റെ മുകളിലായിട്ട് ഐ ടർബോ പ്ലസ് എന്ന ഒരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ഇത് നോർമൽ മോഡലിൽ ഈ ഒരു ഐ ടർബോ എന്ന ബാഡ്ജിങ് നമുക്ക് കാണാൻ കഴിയും. ഇതിൽ ഐ ടർബോ പ്ലസ് ആണ്. ഒരു ക്യാമറ സെക്ഷൻ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ യൂണിറ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് സെറ്റപ്പാണ് ഈ ഒരു വാഹനത്തിന്. അതായത് ഒരു റേസർ എഡിഷന് അത്യാവശ്യമായിട്ടുള്ളത് സാധനമായിരിക്കും എന്ന് തന്നെ നമുക്ക് പറയാം. കാരണം ഇത്രയും സ്പീഡിൽ പോകുന്ന സമയത്ത് ഒരു ശബ്ദമൊക്കെ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡ്യുവൽ ടിപ്പ് എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഈ ഇവിടെ സെൻസറും കാര്യങ്ങളൊക്കെ ഇത് സാധാരണ പോലെ തന്നെയാണ്. ഇനി ഇതിൻ്റെ ബൂട്ട് ലിഡ് ഓപ്പൺ ചെയ്യാൻ ഈ ഒരു ലോഗോൻ്റെ അടിയിലായിട്ടാണ് ഇതിൻ്റെ ഒരു ബട്ടൺ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ബൂട്ട് ലിഡ് ഓണായി വരുന്നു. അപ്പോൾ വളരെ വിശാലമായിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡോറിൽ തന്നെ ഒരു പിടിയൊക്കെ കൊടുത്തിട്ടുണ്ട്. മോശമല്ല, അത് നല്ലൊരു ഗ്രിപ്പ് അവിടെ കിട്ടും. അപ്പോൾ അതുപോലെ തന്നെ ഒരു 345 ലിറ്റർ ബൂട്ട് കപ്പാസിറ്റിയുള്ള വലിയൊരു സ്പേസ് തന്നെയാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു വളരെയേറെ സാധനങ്ങൾ തന്നെ കൊണ്ടുപോകാം. അതേപോലെ തന്നെ ഇവിടെ ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു സൈഡിലായിട്ടും മറ്റൊരു ഹുക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വളരെ മോശമല്ലാത്ത ഒരു പാർസൽ ട്രേയും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുപാട് കൂടുതൽ സാധനങ്ങൾ എടുത്ത് വളരെ കൂടുതൽ സ്പീഡിൽ പോവുക എന്നതായിരിക്കും ഈ ഒരു റേസർ എഡിഷനെ കൊണ്ട് ടാറ്റ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് തക്ക സൗകര്യമുള്ള വലിയൊരു ബൂട്ട് സ്പേസ് തന്നെയാണ് കമ്പനി ഇതിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ മോശമല്ല. അപ്പോൾ അതുപോലെ തന്നെ ഇനി നമുക്ക് ഇതിൻ്റെ ഉൾവശത്തേക്ക് പോവാം. ഈ ഒരു വാഹനത്തിൻ്റെ ക്യാബിനുള്ളിൽ മാറ്റങ്ങൾ വളരെ വ്യക്തമാണെന്ന് തന്നെ പറയാം. കാരണം അത്രത്തോളം മാറ്റങ്ങളാണ് ഈ ക്യാബിനുള്ളിലുള്ളത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ക്യാബിൻ. കാരണം ബ്ലാക്കിൽ ഈ ഒരു ഓറഞ്ച് തീം തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് തന്നെ പറയാം. അതായത് 3 കളർ ഓപ്ഷനുകളിലും ഈ ഒരു ഓറഞ്ച് ഇൻസേർട്ടുകൾ തന്നെയായിരിക്കും ഉൾവശത്തുണ്ടാകുക. അതായത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഇൻറ്റീരിയർ വശങ്ങൾ തന്നെയാണ് ഈ ഒരു വാഹനത്തിന്. ഇനി നമുക്ക് ഇതിൻ്റെ പ്രധാന ആകർഷണം എന്ന് പറയാൻ പറ്റുന്നത് ഈ ഒരു 10.25 ഇഞ്ചിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ്. അപ്പോൾ ഇതിൽ 360 ഡിഗ്രി വ്യൂ ക്യാമറയും കാര്യങ്ങളൊക്കെ ഇതിൽ ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ ഒക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു ഫീച്ചറാണ് ഈ ഒരു ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ. നോർമൽ മോഡലിലൊക്കെ ഇതിൻ്റെ ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ ആയിരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറി ഇത് ഫുള്ളി ഡിജിറ്റലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അനലോഗായിട്ട് തോന്നുമെങ്കിലും ഫുള്ളി ഡിജിറ്റൽ തന്നെയാണ്. അതേപോലെ തന്നെ ലെതർ ഫിനിഷിങ്ങുള്ള ഈ ഒരു സ്റ്റിയറിംഗ് വീലിൽ അതേപോലെ കോൺട്രാസ്റ്റ് സ്റ്റിച്ചിങ്ങും കൂടി, ഈ ഒരു ഓറഞ്ച് കളറിലുള്ള സ്റ്റിച്ചിങ് കൂടി ആകുമ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ ഈ ഒരു സാധനം നമുക്ക് കാണാം. അതേപോലെ തന്നെ ഈ ക്രൂയിസ് കൺട്രോൾ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഈ ഒരു സ്പോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു ലോഗോ നമ്മൾ നേരത്തെ കണ്ട അതേ സെയിം ലോഗോ തന്നെയാണ് സ്റ്റിയറിംഗ് വീലിലും കൊടുത്തിട്ടുള്ളത്. 3 സ്പോക്ക് സ്റ്റിയറിംഗ് വീലാണ്. അപ്പോൾ ഇതിൽ നിന്ന് മാറി ഈ ഒരു ചുവന്ന ആക്സെൻറ്റ്, അതായത് അറ്റോമിക് ഓറഞ്ച് ഹൈലൈറ്റുകൾ ഈ ഒരു AC വെൻറ്റുകളിലും അതേപോലെ തന്നെ നമ്മുടെ ഗിയർ ഷിഫ്റ്ററിൻ്റെ ചുറ്റിലുമായിട്ടും ഈ ഒരു സീറ്റിൽ പോലും നമുക്കത് കാണാം. അതിൻ്റെ സീറ്റിൽ ഒരു വെള്ള നടുവിലായിട്ട് കാണുന്നത് വളരെ മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സീറ്റിൻ്റെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാൽ ഈ ഹെഡ്രസ്റ്റിലായിട്ട് ഈ ലേസർ എന്ന ലോഗോ എംബോസ് ചെയ്തിട്ടുണ്ട്. അത് നല്ല ഒരു ഡിസൈൻ തന്നെയാണ്. അതേപോലെ തന്നെ സെഗ്മെൻറ്റിൽ ഫസ്റ്റ് ആയിട്ട് ഈ ഒരു സീറ്റ് വെന്റിലേറ്റഡ് സീറ്റുകളാണ്. ഫ്രണ്ട് സൈഡിൽ വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഈ ഒരു റേസർ എഡിഷനിൽ ടാറ്റ നൽകിയിട്ടുള്ളത്. വെന്റിലേഷൻ്റെ ഈ ഒരു കൺട്രോൾസൊക്കെ ഈ ഒരു സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ മനോഹരമായിട്ട് ആ സ്റ്റിച്ചിങ് കാര്യങ്ങൾ തന്നെയാണ് ഇതിൻ്റെ എടുത്തു പറയേണ്ട ഒരു ഭംഗി. അപ്പോൾ അതിനുശേഷം ഈ ഹർമൻ്റെ മ്യൂസിക് സിസ്റ്റമാണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നമ്മുടെ ഒരു ഗ്ലോസി ബ്ലാക്കിലുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ഡാഷ്ബോർഡിൽ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു നമ്മളെ ഈ ഒരു ഗ്ലോ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ 2 തട്ടുകൾ തന്നെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല സൗകര്യമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ സ്റ്റോർ ചെയ്യാം. അതേപോലെ തന്നെ ഒരു കപ്പൊക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാം, കുറച്ച് സംസാരിച്ചിരിക്കുന്ന സമയത്തൊക്കെ ആവശ്യമുണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ ശേഷം ഇവിടെയായിട്ട് ഇൻഫോർടൈൻമെൻറ്റിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൺട്രോൾസ്, ഈ AC കൺട്രോൾസും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു വാഹനം എയർ പ്യൂരിഫിക്കേഷനുള്ള വാഹനം. അതേപോലെ തന്നെ ഇവിടെ 12 വോൾട്ടിൻ്റെ ഒരു ചാർജിങ് പോർട്ട്,
അതേപോലെ തന്നെ ഇതിൽ സി ടൈപ്പ് സി പോർട്ട്, അതേ USB ടൈപ്പ് സി പോർട്ട്, പിന്നെ ഇവിടെ നമ്മുടെ വയർലെസ് ചാർജിങ് പാഡ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഗിയർ ഷിഫ്റ്റർ ഓരോ ഓട്ടോമാറ്റിക് വാഹനത്തിൻ്റെ ഷിഫ്റ്ററിനോട് സാമ്യമുള്ള രീതിയിലാണ് ഇത് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഇത് മാനുവൽ ഗിയറാണ്, 6 സ്പീഡ് മാനുവലാണ് ഈ ഒരു വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ചാവിയാണ് ഓക്കെ ഡിജിറ്റൽ കീ തന്നെയാണ്. അപ്പോൾ ഇതിന് വല്ല പ്രത്യേകത ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങളൊന്ന് നോക്കിയേ, വലിയ പ്രത്യേകത എനിക്ക് തോന്നിയില്ല. അതേപോലെ തന്നെ ഇവിടെ നമ്മുടെ ഹാൻഡ് റെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് നമുക്ക് ഈ ഒരു ഹാൻഡ് റെസ്റ്റ് മുന്നോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ പുറകോട്ട് നീക്കാൻ പറ്റും. ഇതിൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. വളരെ വലുതൊന്നുമില്ല, വളരെ നമുക്ക് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള മാത്രം. അങ്ങനെ അടച്ചു കഴിഞ്ഞാൽ മുന്നോട്ട് തള്ളിയാൽ നമുക്ക് ആവശ്യത്തിന് ഉപകരിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് പുഷ് ബട്ടൺ ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു പുഷ് ബട്ടൻ്റെ അടിഭാഗത്തായിട്ട് ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് കൂടി കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പെർഫോമൻസിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ടായിരിക്കാം ക്ലച്ചിലൊരു പുതിയ ഹൈഡ്രോളിക് കൺട്രോൾ സിസ്റ്റം കൂടി ഈ ഒരു വാഹനത്തിന് കൊണ്ടുവന്നിട്ടുണ്ട്. ഡെഡ് പെഡൽ കൊടുത്തിട്ടുണ്ട്, ഡ്രൈവറുടെ ആയാസം കുറയ്ക്കുക എന്ന ഉദ്ദേശത്തിലായിരിക്കും. അതുപോലെ ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ലിവർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വാഹനത്തിൻ്റെ മറ്റ് സവിശേഷതകളിലേക്ക് വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാം ഒരു സൺവൈസർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രൈവർ സൈഡിൽ വാനിറ്റി മിറർ കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഒരു കോ പാസഞ്ചർ സൈഡിൽ വാനിറ്റി മിറർ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ബാക്ക് പാസഞ്ചർക്കുള്ള അലേർട്ട് കൊടുക്കുന്ന ആ ഒരു സിസ്റ്റമാണ്. അതുപോലെ തന്നെ കോൾ ബി കോൾ ബട്ടണുകളും ഈ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വോയിസ് ആക്ടിവേറ്റഡ് സൺറൂഫ് നമുക്കൊന്ന് പരീക്ഷിക്കാം. പക്ഷേ തൽക്കാലം നമുക്ക് ഇതിൻ്റെ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തിട്ട് നമുക്ക് സൺറൂഫ് വർക്ക് ചെയ്യിക്കാം. ഇതാണ് ഈ ഒരു റേസർ എഡിഷനിലെ വോയിസ് ആക്ടിവേറ്റഡ് സൺറൂഫ്. അപ്പോൾ ഇങ്ങനെയും തുറക്കാം, പക്ഷേ മുകൾ ഭാഗത്ത് ബട്ടൺ പ്രസ് ചെയ്യണം, അല്ലെങ്കിൽ വോയിസ് കമാൻഡ് വേണം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇതിൻ്റെ എൻജിൻ വശങ്ങളിലേക്ക് പോകാം. അതിനുവേണ്ടി നമുക്ക് ആദ്യം ഈ ഒരു ട്രങ്ക് ലിവർ വലിച്ചു കഴിയാം. അപ്പോൾ ഈ ഒരു വാഹനത്തിന് 9,49,000 രൂപയിലാണ് എക്സ് ഷോറൂം വില ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ഇത് ഹുണ്ടായി i20 N-Lineൻ്റെ ഒരു മുഖ്യ എതിരാളിയായി മാറാൻ തന്നെയാണ് ഈ ഒരു വാഹനത്തെ ടാറ്റ പുറത്തിറക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ട്രങ്ക് ഓപ്പൺ ചെയ്താൽ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ടാറ്റയുടെ തന്നെ നെക്സോണിൽ നിന്നുള്ള 1.2 ലിറ്ററിൻ്റെ ടർബോ ചാർജ്ഡ് 3 സിലിണ്ടർ പെട്രോൾ എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിന് കമ്പനി നൽകിയിട്ടുള്ളത്. അത് 120 bhp പവറിൽ 170 Nm പീക്ക് ടോർക്ക് നൽകുന്നു. അതായത് 6 സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായി ജോഡിയാക്കിയ ഈ എഞ്ചിൻ 11.3 സെക്കൻഡ് കൊണ്ട് 0 to 100 വേഗത കൈവരിക്കാൻ ശേഷിയുള്ളതാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഏറ്റവും പുതിയ ടാറ്റ അൾട്രോസ് റേസർ എഡിഷൻ എന്ന പെർഫോമൻസ് ഹാച്ച് ബാക്കിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്.